തെരഞ്ഞെടുപ്പ് വിധി രേഖപ്പെടുത്തിയ ദിവസമായിരുന്നു. അപ്പം സ്വാഭാവികമായും ഇന്നത്തെ ദിനപത്രങ്ങളിൽ ഒരുപാട് വിശേഷങ്ങൾ കാണും, വാർത്തകൾ കാണും. നമുക്ക് അതിലൂടെ എല്ലാം ഒന്ന് കണ്ണോടിക്കാം അല്ലേ വരികൾക്കിടയിൽ. രോഹിണി, നമുക്ക് ആദ്യം ജന്മഭൂമിയിൽ നിന്ന് തുടങ്ങിയാലോ? ശരി. വിധി എഴുതി 80% ജന്മഭൂമിയുടെ ഇന്നത്തെ ആദ്യത്തെ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമഗ്ര ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുവെങ്കിലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതായത് ഒളിക്യാമറയുള്ള കണ്ണട ധരിച്ച് ബൂത്തിലെത്തിയ UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് BM ജമാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനം TV ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ ഈ വിധി എഴുതുമ്പോഴും ഇത്തരത്തിലുള്ള ഗൂഢശ്രമങ്ങൾ, ഗൂഢലക്ഷ്യങ്ങൾ, അവസാന നിമിഷവും കള്ളവോട്ടിടാനും എന്തൊക്കെ തന്ത്രങ്ങളാണല്ലേ പയറ്റുന്നത്. പിന്നെ ചൂണ്ടുവിരലിൽ മുറിവേറ്റതിനാൽ മഷി പുരട്ടാനാവില്ല എന്ന് പറഞ്ഞതോടെ യുവതി വോട്ട് ചെയ്യാൻ കാത്തുനിന്നത് 5 മണിക്കൂറാണ്. ആ പെൺകുട്ടി ഒടുവിൽ 5 മണിക്കൂറിന് ശേഷം, അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയം തെരഞ്ഞെടുപ്പ് സമയം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മഞ്ചേശ്വരത്ത് കള്ളവോട്ട്, വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട്, തിരുവല്ലയിൽ വ്യാപക കള്ളവോട്ട്, അങ്ങനെ കള്ളവോട്ടിൻ്റെ വിശദാംശങ്ങൾ കൂടി നൽകുന്നുണ്ട്. അങ്ങനെ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സാമാജികരെ തിരഞ്ഞെടുക്കുന്നതിന് 80% ജനങ്ങളാണ് വിധി എഴുതിയതെന്നുള്ള വളരെ സമഗ്രമായ വാർത്ത. ഒപ്പം സംഘർഷത്തിൻ്റെ വാർത്തകളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അസമിലും പുതുച്ചേരിയിലും കനത്ത പോളിംഗ്, 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഗോവ, ബാഗൽകോട്ട, ദവാനഗേര, സൗത്ത് കർണാടക, കോറിഡങ്, ധർമ്മനഗർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്നലെ നടന്നു എന്ന വാർത്ത കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുവാഹത്തിയിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ ചിത്രം കൂടി ജന്മഭൂമി ആദ്യത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രാദേശിക പേജിലൊക്കെ മോഹൻലാലിൻ്റെയും മുരളീധരൻ്റെയും കരമന ജയൻ്റെയും കുമ്മനം രാജശേഖരൻ തുടങ്ങി എല്ലാവരുടെയും ചിത്രങ്ങൾ കൊടുത്ത് മനോഹരമായി അവർ ആ പേജ് കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഇനി 5-ാമത്തെ പേജിലേക്ക് വരികയാണെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ഇരട്ടത്താപ്പ്. പീഡിപ്പിക്കുന്ന നേതാക്കളെ സംരക്ഷിക്കുന്ന ആളാണോ ഷാഫി പറമ്പിൽ? അതെ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഗുരുതര വെളിപ്പെടുത്തൽ, അതായത് പ്രക്ഷോഭിന്റെ ഓഡിയോ സന്ദേശം ഇന്നലെ പുറത്തു വരുന്നത്. ഷാഫിയാണ് തന്റെ ബോസ് എന്നാണ് പ്രക്ഷോഭ് പറഞ്ഞത്. തങ്ങളുടെ ബോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ ബോസ്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് തന്റെ ജ്യേഷ്ഠനാണ് ഷാഫി എന്നാണ്. ഇതുവരെയും ഒരു അക്ഷരം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഷാഫിക്ക് പണത്തിനോട് വല്ലാത്തൊരു ആർത്തിയാണ്, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിർബന്ധപൂർവ്വം ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അതിനിടയിൽ പറയുന്നുണ്ട്. വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ്. ഒന്ന് സ്ത്രീ വിഷയം, മറ്റൊന്ന് പണം. അപ്പോൾ ഒരു ജനപ്രതിനിധി ആകാൻ പാടില്ലാത്ത കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് പിഷാരടിയെ അവിടെ മത്സരിപ്പിക്കാൻ നിർദ്ദേശിച്ചതും വാശി പിടിച്ചതും ഷാഫി പറമ്പിലാണ്. അങ്ങനെ ഷാഫി പറമ്പിലിന്റെ ഒരു എന്താ പറയുന്നത്, അതെ, അങ്ങനെ ഒരു ഷോഫിസം അവിടെ ഉണ്ടെന്ന് പറയാം. എന്തായാലും ജനം TV ഇന്നലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അദ്ദേഹത്തിന് മറുപടിയില്ല. എന്തായാലും പ്രക്ഷോഭിന്റെ ആ ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഈ ജന്മഭൂമി കൊടുത്തിരിക്കുന്നത്. പിന്നെ അടൂരിൽ CPM-കാരുടെ ആക്രമണം, 2 BJP പ്രവർത്തകർക്ക് പരിക്ക്. ഇന്നലെ ഈ ഇരിങ്ങാലക്കുടയിലും BJP പ്രവർത്തകനെ CPM പ്രവർത്തകർ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അടൂരിലും 2 BJP പ്രവർത്തകരെ പരിക്കേറ്റു. CPM-കാരുടെ ആക്രമണത്തിൽ 3 CPM-കാർ അറസ്റ്റിലെന്നുള്ള വിവരം കൂടി നൽകുന്നുണ്ട്. ഒപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, BJP നിർണായക ശക്തിയായി മാറുമെന്ന വിവരം കൂടി ജന്മഭൂമി പങ്കുവെക്കുന്നുണ്ട്. ഭരിക്കാനുള്ള ഭൂരിപക്ഷം CPM-നും കോൺഗ്രസിനും ലഭിക്കില്ല എന്നും ഈ തെരഞ്ഞെടുപ്പോടുകൂടി BJP നിർണായക ശക്തി, അദ്ദേഹം പറയുന്നത് തൂക്ക് സഭ വരും, കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അങ്ങനെ വളരെ വിശദമായി ആ വാർത്തയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ പെട്ടെന്നാണ് രോഹിണി വാർത്തകൾ എടുത്തു പോകുന്നത്, സമയക്കുറവുണ്ട്. ഇനി നമുക്ക് 7-ാമത്തെ പേജിൽ ഒരു ഇന്റർനാഷണൽ വാർത്ത. വെടിനിർത്തൽ പൊളിയുന്നു, ലെബനനിൽ ഹിസ്ബുള്ള നേതാവിനെ ഇസ്രയേൽ വധിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതൊരു താൽക്കാലിക ആശ്വാസവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് അലി യൂസഫ് ഹർഷിയാണ് കൊല്ലപ്പെട്ടത്. ബെയ്റൂട്ടിലെ തലറ്റ് ഖയാത്ത് മേഖലയിൽ ഉണ്ടായ വ്യോമ ആക്രമണത്തിലാണ് ഹർഷി കൊല്ലപ്പെട്ടത്. ഇനി അടുത്തത് സർസംഘ് ചാലക് ഇന്നലെ സംസാരിച്ചിരുന്നു നാഗ്പൂരിൽ. അപ്പോൾ സമാജത്തിൽ സത്യ ശിവ സൗന്ദര്യങ്ങളെ പുനഃസ്ഥാപിക്കണം. എത്ര മനോഹരമായാണ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ സർസംഘ് ചാലക്. അതായത് സമാജത്തിലും രാഷ്ട്രത്തിലും സത്യശിവ സൗന്ദര്യങ്ങളെ പുനഃസ്ഥാപിക്കുകയാണ് സംഘം ചെയ്യുന്നതെന്ന് സർസംഘ് ചാലക് വ്യക്തമാക്കി. വ്യത്യസ്ത നാദസ്വരങ്ങളുതിരുന്ന വിവിധ സംഗീതോപകരണങ്ങളിലൂടെ ഒരേ താളബോധത്തോടെ ഒരേ ചുവടുവയ്പ്പോടെ സ്വയം സേവകർ ഉയർത്തുന്ന
ത്യാഗം ചൂണ്ടിക്കാട്ടുന്നത് ഹൃദയം സമർപ്പിച്ച് ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർത്തീകരണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് 8ാമത്തെ പേജിലേക്ക് പോയാൽ BJP പ്രാധാന്യം നൽകുന്നത് ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമെന്നുള്ള മോദിയുടെ വാക്കുകൾ ഒരു ഹെഡ്ലൈനായി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം ബംഗാളിൽ നിന്ന് ആ ഒരു തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കും. അപ്പോൾ ബംഗാൾ ജനതയ്ക്ക് 6 വാഗ്ദാനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളിൽ ഭയത്തിൻ്റെ അന്തരീക്ഷം അവസാനിപ്പിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് രോഹിണി, ഈ ബംഗാളിലേക്ക് ആൾക്കാർ എങ്ങനെയാണോ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അവിടെ ആശുപത്രിക്കകത്ത് പോലും രക്ഷയില്ല. മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലാണ് വേട്ടയാടപ്പെടുന്നത്. യെസ്, അപ്പോൾ മോദി കൊണ്ടുവരുന്ന ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സാങ്കല്പിക പത്രത്തിൽ വളരെ വ്യക്തമായ ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഈ 8ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ പേജിലേക്ക് പോകാൻ തോന്നുന്നു. യെസ്, വീണ്ടും മോദി തന്നെയാണ് ഹീറോ. ധാരാളം വാർത്തകൾ. വനിതാ സംവരണം കാലഘട്ടത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രി അദ്ദേഹമെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. ഭേദഗതി ബില്ലിനെ മുഴുവൻ എംപിമാരും പിന്തുണയ്ക്കണം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വാർത്തയാണ്, നാരീശക്തി വിളിച്ചോതുന്ന വാർത്ത. അങ്ങനെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വാർത്തകളാണ് ഇതിലധികവും. അതുകൊണ്ടാണ് ആ വാർത്തയുടെ കൂടുതൽ ഉള്ളടക്കത്തിലേക്ക് പോകാത്തത്. ഇനി ഏത് പത്രമാണ്? നമുക്ക് മലയാള മനോരമ ഒന്ന് വേഗം പരിശോധിക്കാം, സമയക്കുറവുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഈ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടല്ലോ, അതിനെ ആഞ്ഞുകുത്തി എന്നുള്ള തലക്കെട്ടോട് കൂടിയാണ് മലയാള മനോരമ തുടങ്ങിയിരിക്കുന്നത്. നിരവധി വാർത്തകൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. വോട്ട് ചെയ്യാൻ എത്തിയ പ്രമുഖരുടെ അടക്കം ഫോട്ടോകൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും 3.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച പോളിംഗ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 45 മണ്ഡലങ്ങളിൽ 80% കവിഞ്ഞു. രാത്രി 8 മണി കഴിഞ്ഞും പലയിടത്തും വോട്ടെടുപ്പുണ്ട്. ഉയർന്ന പോളിംഗ് കുന്നമംഗലത്തും കുറവ് റാന്നിയിലുമാണ്. അതിൻ്റെ എല്ലാ വിശദമായ വിവരക്കണക്കുകളും മലയാള മനോരമയുടെ ആദ്യ പേജിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. ഇനി അകത്തെ പേജിലേക്ക് വരുമ്പോൾ 4ാമത്തെ പേജിൽ നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഹോർമൂസ് അടഞ്ഞു തന്നെ എന്നുള്ള തലക്കെട്ട്. ലെബനൻ കരാറിലില്ല US എന്ന് പറയുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ ആ സമാധാനം ഇനി നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല, കുടുങ്ങി സമാധാനം എന്നുള്ള ആ തലക്കെട്ടോടുകൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഹോർമൂസ് കടക്കാൻ അനുമതി കാത്ത് 230 എണ്ണക്കപ്പലുകൾ കൂടി ഇപ്പോഴും കിടപ്പുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അകത്തെ പേജിലേക്ക് 6ലും 7ലേക്കും എത്തുമ്പോൾ നമുക്കറിയാം അത് മുഴുവൻ അങ്ങനെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെയാണ്. പോളിംഗ് ശതമാന കണക്കുകൾ മണ്ഡലം തിരിച്ച് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പോളിംഗ് കുതിപ്പിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. SIR മാത്രമല്ല എന്നുള്ള തലക്കെട്ടോടുകൂടി പലവിധ കാരണങ്ങൾ പറയുന്നുണ്ട്. പയ്യന്നൂരിൽ വ്യാപക കള്ളവോട്ട് പരാതി പറയുന്നുണ്ട്. ഇനി 23 ദിവസം കാവൽ സർക്കാർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നയപരമായ തീരുമാനങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും മുൾമുനയിൽ മുന്നണികൾ എന്നുള്ള തലക്കെട്ടിൽ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് മലയാള മനോരമ കൈകാര്യം അട്രാക്റ്റീവായിട്ട് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ടോ തലക്കെട്ടുകൾ അല്ലേ? അതെ. ശരി, നമുക്കിനി മാതൃഭൂമിയിലേക്ക് പോകാം. മാതൃഭൂമി ഫസ്റ്റ് അവരുടെ ഒരു ജാക്കറ്റ് ആഡ് പേജ് ആണ്. എനിക്ക് തോന്നുന്നു മാതൃഭൂമിക്ക് 2 ഫ്രണ്ട് പേജ് ഉണ്ടെന്ന്. 2 ഫ്രണ്ട് പേജ് ഉണ്ട്. ആദ്യത്തെ പേജിൽ നോക്കൂ, ഒരു വള്ളത്തിൽ വോട്ട് ചെയ്തിട്ട് എല്ലാവരും തിരിച്ചു പോകുന്ന ചിത്രം. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. എത്ര മനോഹരമായ ചിത്രമാണ്, ജനാധിപത്യത്തിൻ്റെ മനോഹരമായ കാഴ്ച. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തകർപ്പൻ പോളിംഗ് 78.27%. തകർപ്പൻ പോളിംഗ് തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കാട്ടിയും 5% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 80 കടന്ന ജില്ലകൾ, പാലക്കാടും കോഴിക്കോടും പല മണ്ഡലങ്ങളിലും 80% കടന്നു. 50ഓളം മണ്ഡലങ്ങളിൽ 80%-ന് മേൽ പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇനി അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ക്ഷേത്രങ്ങളിൽ ആചാരം പാലിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഒരു നിർണായക കൽപ്പന. ക്ഷേത്രത്തിലെത്തിയാൽ അവിശ്വാസികളും ആചാരങ്ങൾ പാലിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് പറയാനുള്ളത് ഇതുമായി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കടകംപള്ളിയുടെ ആ ഒരു വാർത്ത, ജനം TV പുറത്തു കൊണ്ടുവന്ന വാർത്ത കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. അതായത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മേൽശാന്തി ജീവനൊടുക്കി. അദ്ദേഹം ആചാര ലംഘനം നടത്തിയത് ചോദ്യം ചെയ്തതിനാണ് കടകംപള്ളി അദ്ദേഹത്തെ ക്രൂശിച്ചത്. അപ്പോൾ കടകംപള്ളി വോട്ട് ചോദിക്കാൻ അമ്പലത്തിലെത്തി ആചാര ലംഘനം നടത്തി. അതായത് ഇനി അത് പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞാൽ ക്ഷേത്രത്തിലെത്തിയാൽ ഏത് അവിശ്വാസികളും അവിടെ ആചാരങ്ങൾ പാലിക്കണമെന്നാണ്. ഷൈൻ മോഹൻ ന്യൂഡൽഹിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. വളരെ നല്ലൊരു റിപ്പോർട്ടാണ്. അത് എല്ലാവരും വായിക്കണം. വ്യക്തി സ്വാതന്ത്ര്യം വിശ്വാസ സമൂഹത്തിൻ്റെ മതപരമായ അവകാശത്തെ ഹനിക്കരുതെന്നാണ് NSS അയ്യപ്പ സേവാ സമാജം, ക്ഷേത്ര സംരക്ഷണ സമിതി എന്നിവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വാദിച്ചത്. വളരെ മികച്ച ഒരു വാദമെന്ന് തന്നെ പറയേണ്ടി വരും.
ഇനി രണ്ടാമത്തെ ഫ്രണ്ട് പേജിലേക്ക് പോയാൽ വോട്ടൊഴുക്ക് കുതിച്ചുയർന്ന പോളിംഗ് വോട്ടൊഴുക്ക് തന്നെയായിരുന്നു. നിയമസഭയിൽ 2021 76% പോളിംഗ് നടത്തിയത്. 2024 നോക്കിയാൽ രോഹിണി ലോക്സഭയിലാകുമ്പോൾ 71.16%, 2025 തദ്ദേശമാകുമ്പോൾ 74.25% പോളിംഗ്. ഇനി 2026 നോക്കൂ, 78.24%. പിന്നെ അക്ഷയ് ജയിച്ചു. അങ്ങനെ 3 ലീഡേഴ്സിന്റെ പ്രതികരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരി, ഇത് എനിക്ക് തോന്നുന്നു മാതൃഭൂമി ഫുള്ളൊരു എലക്ഷൻ എല്ലാ പത്രങ്ങളും അല്ലേ, അത് തന്നെയാണ്. അതിവേഗം മുൻപോട്ട്, ജനതരംഗം എന്നൊക്കെ പറഞ്ഞ് മനോഹരമായ ഹെഡ്ലൈൻ ചിത്രങ്ങളെല്ലാം എടുത്തു പറയേണ്ടതാണ്. നാട്ടുവർത്തമാനവും ഇതുപോലെ സമ്പന്നമാണ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൊണ്ട്. വിവിധ കൗതുക വാർത്തകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പത്രങ്ങളും. അതെ അതെ അതെ. എന്തായാലും നമ്മൾ പ്രേക്ഷകർക്ക് ഒരു പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ മാത്രമാണ് നൽകുന്നത്. വളരെ പെട്ടെന്ന് കേരള കൗമുദി കൂടി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ പേജ് എന്ന് പറയുന്നത് ഇലക്ഷൻ വാർത്തകൾ തന്നെയാണ്. ജനതരംഗം എന്ന് പറഞ്ഞിട്ട് ആര് വാഴും ആര് വീഴും എന്നുള്ളതാണ്. 6 മണിക്ക് ശേഷവും നീണ്ട ക്യൂ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. കൃത്യമായി ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനം വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നണി നേതാക്കളുടെയൊക്കെ ചിത്രം, അവർ വോട്ട് രേഖപ്പെടുത്തിയ ചിത്രം, മലയാളത്തിൻ്റെ പ്രിയ നടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെയെന്ന് 3 മുന്നണിയും അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാർത്തയുണ്ട്. അതിനുശേഷം പ്രാദേശികമായിട്ട് നിരവധി ഈ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കൗതുക വാർത്തകളെല്ലാം ഉണ്ട്. ആകത്തെ പേജിലേക്ക് വരികയാണ്. വിശദമായി തന്നെയാണ് ഇലക്ഷൻ വാർത്തകൾ, തെരഞ്ഞെടുപ്പ് വാർത്തകൾ അവർ ചെയ്തിരിക്കുന്നത്. ഓണായി വോട്ട് മൂഡ് എന്നാണ്. അതായത് മികച്ച പോളിംഗ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ചില വാക്കേറ്റം, മർദ്ദന, കള്ളവോട്ട് ആരോപണം, അതുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ അലതല്ലി ആവേശം ഒഴുകിയെത്തിയ ജനം എന്നുള്ളതും, ഈ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അക്ഷയ കുഞ്ഞുമായി കാത്തിരുന്നത് 5 മണിക്കൂറാണ്. വോട്ടിടണോ 15 തുന്നലിട്ട വിരലിലെ കെട്ടഴിക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം അത് വലിയ പ്രിസൈഡിംഗ് ഓഫീസർ അക്ഷയെ മാറ്റി നിർത്തിയതൊക്കെ വലിയ വിവാദ വിഷയമായതാണ്. അത് എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലേ അശ്വതി? തീർച്ചയായും. അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മൾ കേരള കൗമുദിയും നോക്കിക്കഴിഞ്ഞു. ശരി, നമുക്കിനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലേക്ക് പോയാലോ? അവരെങ്ങനെയായിരിക്കും കേരള തെരഞ്ഞെടുപ്പും അസം പുതുച്ചേരിയൊക്കെ എങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നത് നോക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നമുക്കൊരു ഇന്റർനാഷണൽ വാർത്ത ചർച്ച ചെയ്യാം രോഹിണി. മൈൻഡ് ദ ഗൾഫ്, ലെബനൻ സ്ട്രെയിറ്റസ്റ്റ് ട്യൂസ് എഹെഡ് ഓഫ് ടോക്സ് ഇൻ പാക്. അതായത് മൈൻഡ് ദ ഗൾഫ് എന്ന ആ ഹെഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഗൾഫിലേക്ക് ഇനി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്ന തരത്തിലാണ്. എനിക്കൊന്ന് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. ലെബനനിലെ ആ ഒരു ആക്രമണത്തിനെതിരെയുള്ള ചർച്ചകൾ ഇന്ന് പാകിസ്ഥാനിൽ പുരോഗമിക്കുകയാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പ്രധാനമായി അവർ കൊടുത്തിരിക്കുന്നത്. അവർ ഈ തെരഞ്ഞെടുപ്പൊന്നും വലിയ കാര്യത്തിൽ എടുത്തിട്ടില്ല. ഇന്റർനാഷണൽ വാർത്തയ്ക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഒരു ചെറിയ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഹെവി പോളിംഗ് ഇൻ സ്റ്റേറ്റ്, ഫൈനൽ ടാലി മേക്ക് ക്രോസ് 80%. ഫ്രണ്ട്സ് കോൺഫിഡൻറ്റ് ഓഫ് വിക്ടറി, BJP സീസ് ഹങ് ഹൗസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJP തൂക്ക് സഭയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള വിവരമാണ് നൽകുന്നത്. എനിക്കതിൽ ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചത് ആ ചിത്രമാണ്. ഒരു ചെറിയ ചിത്രമാണ്. ആ ചെറിയ ചിത്രത്തിൽ ഒരു സ്ത്രീ കുഞ്ഞിന് പാലൂട്ടുന്നുണ്ട്. അതായത് അത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. കാരണം ആ കുഞ്ഞിനെയും ആ വരികളിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. അവസാനമാണ് ആ അമ്മ കുഞ്ഞിന് പാലൂട്ടുന്നത്. ജനവിധി അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ മഹോത്സവം, ജനങ്ങൾ എത്രത്തോളം പ്രബുദ്ധരാണ് വോട്ട് രേഖപ്പെടുത്താനെന്നുള്ള കാര്യം, അത് തന്നെയാണ് പോളിംഗ് ശതമാനവും കുതിച്ചു വരാനുള്ള കാരണം. ഓരോ അമ്മമാരും, വൃദ്ധരും, വയോധികരും, യൂത്തും അങ്ങനെ എല്ലാവരും ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. വീണ്ടും ഞാൻ ആവർത്തിക്കില്ല, LDF പറയുന്നു തങ്ങൾ അധികാരത്തിലെത്തുമെന്ന്. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് 100-ലധികം സീറ്റുകൾ തേടി തങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ BJP പറയുന്നത് അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്, തൂക്ക് സഭയാണ്. കേരളം ആര് ഭരിക്കുമെന്നത് തീരുമാനിക്കുന്നത് 3ാം രാഷ്ട്രീയ ബദലായ തങ്ങളായിരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അങ്ങനെ ഒരു വിശദമായ അവലോകനം. നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളുടെ ആ ഇൻ്റർനാഷണൽ വാർത്ത വായിക്കുമ്പോൾ സെൻസെക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. 931 പോയിന്റ് താഴ്ന്നു സെൻസെക്സ്. ഒപ്പം രൂപയുടെ മൂല്യവും ഇടിഞ്ഞു എന്നുള്ള വാർത്ത കൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ആഗോളതലത്തിലുള്ള പ്രതിസന്ധി, എണ്ണവില ഉയരുന്നു, ഈ യുദ്ധം വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് താൽക്കാലികമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? നമുക്കിനി ഹിന്ദു കൂടി ഒന്ന് നോക്കാം. ദേശീയ മാധ്യമമായതുകൊണ്ട് തന്നെ പുതുച്ചേരിയിലെയും ആസാമിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് ഒറ്റ തലക്കെട്ടിൽ തന്നെയാണ് അവർ അത് വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ റെക്കോർഡ് ടേൺ ഔട്ട് എന്നാണ്. ഇൻ പുതുച്ചേരി, അസം, കേരള നിയർ ഓൾ ടൈം ഹൈ, എക്കാലത്തെയും
മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. ഒരു കൗതുകകരമായൊരു ചിത്രം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് അതായത് വിവാഹ ശേഷം വന്ന് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്ന യുവ ദമ്പതികളുടെ, അത് ഞാൻ കേരള കൗമുദിയിലും കണ്ടതാണ്. അത്തരം ചിത്രങ്ങൾ പലരും പ്രാദേശിക പേജിൽ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു മനോഹര ചിത്രത്തോടുകൂടി പുതുച്ചേരിയിലെയും അസാമിലെയും കേരളത്തിലെയും ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ദി ഹിന്ദുവും പറഞ്ഞിരിക്കുന്നത്. ശരി.